യൂറോപ്പിലാണ് സംഭവം. റിച്ചാർഡാണ് കഥാപുരുഷൻ. ഒരു ഫ്രീസിംഗ് പ്ലാന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ. ഒരു ദിവസം എല്ലാ ശീതീകരണ യൂണിറ്റുകളും പരിശോധന നടത്തിയ ശേഷം പുറത്തിറങ്ങുമ്പോൾ ഒരു സംശയം. എല്ലാം നോക്കിയോ? ഓക്കെ ആണോ? സംശയം തീർക്കാൻ അകത്തു കയറിയ അയാളുടെ പിന്നിൽ വാതിൽ സ്വയമേ അടഞ്ഞു. ഇനി വാതിൽ പുറത്തുനിന്നേ തുറക്കാൻ പറ്റും. പുറത്തുനിന്ന് വാതിൽ തുറന്നു തരാൻ ആരുമില്ല. താൻ ഇതിന്റെ അകത്ത് പെട്ടുപോയിട്ടുണ്ടെന്ന് ആരുമൊട്ട് അറിയുകയുമില്ല. മാത്രമല്ല, അരമണിക്കൂറിലേറെ ഇതിനകത്ത് ഇരുന്നു പോയാൽ ആകെ മരവിച്ച് മരിച്ചു പോകും. റിച്ചാർഡ് പേടികൊണ്ട് തന്നെ മരവിച്ചുപോയി. പുറത്ത് വിവരമറിയിക്കാൻ ഒരു സംവിധാനവുമില്ല. താൻ മരിച്ചു പോകുമെന്ന് തന്നെ അയാൾ ഉറപ്പിച്ചു. ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. നിമിഷങ്ങൾ കഴിഞ്ഞു പോകവേ തന്റെ ആയുസ് ഒഴിഞ്ഞു പോകുന്നതായി അയാൾ മനസ്സിലാക്കി. മരണത്തിന്റെ കാലടിയൊച്ച അയാൾ കേട്ടു. വിധിക്ക് കീഴടങ്ങാൻ അയാൾ ഒരുങ്ങി. പെട്ടെന്ന് വാതിൽ തുറന്ന് ഒരാൾ അകത്തു കയറി. ധൃതിയിൽ റിച്ചാർഡിനെ പുറത്തേക്ക് വലിച്ചിഴച്ചു. പ്ലാന്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ഡേവിഡ് ആയിരുന്നു അത്. എങ്ങനെ തക്ക സമയത്ത് ഡേവിഡ് അവിടെ എത്തിച്ചേർന്നു? ആരാണ് അയാളെ അങ്ങോട്ട് പറഞ്ഞയച്ചത്? റിച്ചാർഡ് അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് അയാൾ എങ്ങനെ അറിഞ്ഞു? അനേകം ജോലിക്കാർ ആ പ്ലാന്റിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവരാരും തന്നെ വെറും സെക്യൂരിറ്റിക്കാരനായ ഡേവിഡിനോട് കുശലം പറയാറുണ്ടായിരുന്നില്ല. പലരും അയാളെ കണ്ട ഭാവം പോലും നടിക്കാതെ കടന്നു പോകുമായിരുന്നു. എന്നാൽ റിച്ചാർഡ് എന്നും പോകുമ്പോഴും വരുമ്പോഴും ഡേവിഡിനെ വിഷ് ചെയ്യുകയും പുഞ്ചിരിക്കുകയും ചെയ്യുമായിരുന്നു. അതാണ് അകത്തേക്ക് കയറിപ്പോയ റിച്ചാർഡിനെ തിരിച്ചെത്തേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാതായപ്പോഴേക്കും ഡേവിഡ് അന്വേഷിച്ചിറങ്ങിയത്. ഓരോ ശീതീകരണ യൂണിറ്റുകൾ തോറും കയറി ഇറങ്ങി നോക്കാൻ അയാളെ പ്രേരിപ്പിച്ചത്. ഇതൊരു കഥയല്ല, സംഭവിച്ച യാഥാർത്ഥ്യമാണ്. 2019 പുറത്തിറങ്ങിയ ഹെലൻ എന്ന മലയാള സിനിമയുടെ പ്ലോട്ട് ഈ സംഭവത്തിൽ നിന്ന് പ്രചോദനം കൊണ്ടതാണ്. റിച്ചാർഡ് ചെയ്ത നന്മ എന്താണ്? ഒരു സ്ഥാപനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ അയാൾ തന്റെ സ്ഥാപനത്തിലെ ഏറ്റവും താഴ്ന്ന ഉദ്യോഗസ്ഥനായ ഡേവിഡിനോട് കാണുമ്പോഴൊക്കെ പുഞ്ചിരിക്കുന്നു, ഒരു ഹായ് പറയുന്നു, കുശലം ചോദിക്കുന്നു. മറ്റെല്ലാവരും അവഗണിക്കുന്ന അയാളോട് സ്നേഹത്തോടെ പെരുമാറുന്നു, സഹാനുഭൂതിയോടെ ഇടപെടുന്നു. അത്ര മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ. അധിക നേരം സംസാരിച്ചിട്ടില്ല. അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായവും ചെയ്തു കൊടുത്തിട്ടുമില്ല. എന്നിട്ടും ആ സെക്യൂരിറ്റിക്കാരൻ അയാളെ തേടി വന്നു. ഓരോ യൂണിറ്റിലും കയറി ഇറങ്ങി അയാളെ കണ്ടുപിടിച്ചു. മരണത്തിൽ നിന്ന് രക്ഷിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ് അയാൾ റിച്ചാർഡിനെ തിരഞ്ഞു പോയത്? എന്ത് വികാരമാണ് അയാളെ അതിന് പ്രേരിപ്പിച്ചത്? ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് കാണിക്കേണ്ട ഉത്തരവാദിത്തമാണോ? അതിന് ഡേവിഡ് ചെയ്തത് അയാളുടെ ജോലിയുടെ ഭാഗമായ കാര്യമല്ലല്ലോ. അപ്പോൾ പിന്നെ അയാളുടെ പ്രവൃത്തിയുടെ ഉദ്ദേശം എന്തായിരുന്നു? ഒരു പ്രശംസക്കോ അവാർഡിനോ വേണ്ടി ചെയ്തതാണോ? അതിന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നില്ലല്ലോ. റിച്ചാർഡ് ഏതെങ്കിലും ഒരു യൂണിറ്റിൽ കുടുങ്ങിക്കിടപ്പുണ്ടായിരിക്കുമെന്ന്. നന്മക്ക് പ്രതിഫലം നന്മ തന്നെ എന്നാണ് ഈ സംഭവം നമ്മോട് പറയുന്നത്. വെറും ഒരു പുഞ്ചിരി പോലും നന്മയുടെ ഭാഗമാണ് എന്നും അത് നമ്മെ പഠിപ്പിക്കുന്നു. വെറുതെ പറയുന്ന ഒരു ഹായ് പോലും മനുഷ്യത്വത്തിന്റെ മഹനീയ മാതൃകയാണ് എന്ന തിരിച്ചറിവും ഈ സംഭവം നമ്മോട് പറയുന്നു. അതിനാൽ പുഞ്ചിരിക്കുക, ഒരു ഹായ് പറയുക. മരണം പോലും അതിനു മുന്നിൽ തോറ്റുപോകും.